ഹായ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് മസാലപ്പൊടി കേട്ടോ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കേട്ടോ ഈ ഫിഷ് മസാല റെഡിയാക്കിയിട്ടുള്ളത്. ഈ മസാല കൊണ്ട് മീൻകറിയൊക്കെ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 6 ടീസ്പൂണ് മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിനെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഉണക്ക കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ ആട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഉണക്കമുളകാണ്. ഏകദേശം 15 ഉണക്കമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അരി എന്ന് പറയുമ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കണ അരി ഉണ്ടല്ലോ, അത് മട്ടരി ആയാലും മറ്റേ അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെറും 2 ഗ്രാമ്പ് മതി കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു 2 ഇൻഗ്രീഡിയൻസും കൂടെ അതിൽ ചേർത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് വറുത്ത് കൊടുത്തതിന് ശേഷം മതി, ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരിക്കലും മീഡിയം ഫ്ലെയിമിക്കോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിക്കോ ആക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ചെറിയ ജീരകം ഉലുവ അതൊക്കെ പെട്ടെന്ന് കറുത്ത് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തൊട്ടാൽ തന്നെ പൊടിഞ്ഞ് പോകുന്ന ആ ഒരു പരിമ ആകണ വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടെ ഉള്ളൊരു വറുത്തൊരു സ്മെല്ലുണ്ടാവുമല്ലോ, നല്ല സ്മെല്ലാട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശം വറവായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾ തയ്യാറാക്കണേക്കാട്ടിലും ഇത്രയും നല്ലതാട്ടോ നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ. കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ നമ്മൾ തന്നെ റെഡിയാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം വറവായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ചൂടുകൊണ്ട് ചിലതൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ചെറുങ്ങനെ ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇനി ഇതിലോട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തെടുക്കാണ്ട്. അപ്പോൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ ഇനി ഇതിലോട്ട് ചേർത്തെടുക്കാനുള്ളത് കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കാശ്മീരി പൗഡർ ഇല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഉള്ളവരത് ചേർത്ത് കൊടുത്തോണ്ട്. സാധാരണ ഉള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ തരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് അടച്ച് വെക്കാം. ഈ മസാലക്കൂട്ട് ചേർത്തിട്ട് നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മസാല ചേർത്ത് ഫ്രൈ ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.